ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാരി ഉടുത്തപ്പോ ഗാഥമോൾ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട്. ഇനോഗ്രേറ്റ് ചെയ്യുന്ന സെലിബ്രിറ്റി അല്ലേ, അതാകാതെ പറ്റുമോ? ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ മോളെ. അതുകൊണ്ടാ അവളിപ്പോ ചമഞ്ഞിറങ്ങിയിരിക്കുന്നെ. ചത്ത് കിടക്കേണ്ടതല്ലേ. അറബിയായിട്ട് ഇത്രയും അടുപ്പമുള്ളത് ഗോപാലട്ടൻ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഓരോരോ തലവര, അല്ലാതെന്താ. സുനന്ദേ, ഗോപാലന്റെ ആരോഗ്യമൊക്കെ നോക്കണം കേട്ടോ. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ ഇത്തവണ ക്ഷീണമുണ്ട്. അവിടെ ഭയങ്കര ചൂടല്ലേ? അതിനാളിയാൻ ഫുൾ ടൈം എ സിയിലല്ലേ ഇരിക്കുന്നേ. പിന്നെ ചൂടായാലെന്താ തണുപ്പായാലെന്താ. അറബി അവിടെ നിക്കാൻ പറയുന്ന കാര്യമൊക്കെ ഗോപാലൻ പറഞ്ഞു. അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുപ്പിച്ച് കളയല്ലേ സുനന്ദേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞാൻ പറയാം ചേച്ചി, ഗോപാലേട്ടന് നിങ്ങളെയൊക്കെ ജീവനല്ലേ. അപ്പൊ പിന്നെ ഗോപാലേട്ടൻ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ല. എയർപോർട്ടിലെത്താൻ വൈകും. അപ്പോ അടുത്ത വരവിന് കാണാം. രാധാശ, സ്പ്രേയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അടുത്തവിടെ കൊണ്ടുവരാം. രാജേഷ്, കുപ്പിയല്ലേ? ഉറപ്പ്. എന്താ ചേച്ചി ഇത്? ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു മടങ്ങുമ്പോ ചേച്ചിയുടെ കാര്യത്തിൽ മനസ്സിൽ നിന്ന് മായാൻ എത്ര ദിവസം എടുക്കുമെന്നറിയാവോ? പിന്നെ എല്ലാം കല്ലി വല്ലി. അതെന്താ? അത് ഗോപാലേട്ടന്റെ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞാലേ അപ്പൊ അറബി കയറി വരും. ഈ കല്ലി വല്ലി എന്ന് പറഞ്ഞാലേ അതങ്ങ് പോട്ടേന്നാ ഗീതേച്ചി. അതെ അതെ. എന്താ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. എവിടേക്കാ കൊച്ചെ? സിറ്റിയിലോട്ടാണെങ്കിൽ വണ്ടി കയറിക്കോ, അവിടെ ഇറക്കാം. വെറുതെ ബസ് കാശ് കളയുന്ന എന്തിനാ? ഈ ഗൾഫുകാരന്റെ ഫാമിലിയോടൊപ്പം കാറിലെ യാത്ര ഭാഗ്യമില്ലാത്തവരല്ലേ. നമ്മളെ കൊണ്ട് അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ. കേറിക്കോ. പ്രകാശേട്ടാ പോട്ടെ. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടെ കരയിക്കല്ലേ. പോവാ നോക്ക്. വരട്ടെ ചേച്ചി. അളിയാ അളിയ. വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. പോട്ടെ ഗീതേച്ചി. ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചാ അളിയൻ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരില്ലേ. ഓക്കെ, കോൾ ബാക്കി. സാറേ, അതാ KNB ഇൻഡസ്ട്രീസിലെ കുര്യൻ വിളിച്ചിരുന്നു. എന്താ? ഓ, പരാതി തന്നെ. ഫാക്ടറിയുടെ ഉദ്ഘാടനം അറിയിച്ചില്ലെന്നും പറഞ്ഞു. താൻ പറഞ്ഞില്ലേ കുടുംബത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നടത്തുന്നതെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു സാറേ. ഇതിപ്പോ എത്രാമത്തെ ആളാ പരാതിയായിട്ട് വിളിക്കുന്നറിയോ? എടോ, അതൊന്നും സാരമില്ല. ഉദ്ഘാടനത്തിന് ആളുകളെ കൂട്ടുന്നതിലല്ല കാര്യം, ഫാക്ടറിയുടെ പ്രവർത്തനത്തിലാ. അമ്മ എന്താ ഇങ്ങോട്ട് മാറിയുന്നേ? വന്ന നിലയ്ക്ക് ഒരു സന്തോഷമുള്ള കാര്യം നന്ദ. പക്ഷേ അത് കഴിഞ്ഞ് നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോ അമ്മയുടെ മുഖം മാറി എല്ലാവരും ശ്രദ്ധിക്കും. തൽക്കാലം നമ്മളെങ്ങനെ പിടിച്ചു തന്നേ പറ്റൂ. അതെ, വീട്ടിലായാലും ശരി പുറത്തായാലും ശരി ഏതു നേരം അമ്മയും മോനും കൂടി രഹസ്യം പറിച്ചിലുണ്ടല്ലോ. എന്താ നന്ദേട്ടാ ഇത്? എന്താ
നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? എനിക്ക് അസൂയൊന്നുമില്ല. നിങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊരു പേടി, അത്രേ ഉള്ളൂ. ഒരു ടെൻഷനും വേണ്ട സുമിത്രേ. നിർമ്മലെ, ഇങ്ങോട്ട് വരുമ്പോ നവീൻ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. എന്താ? ഫംഗ്ഷന് വരുമ്പോ മുഖവും വീർപ്പിച്ച് നിൽക്കാനാണെങ്കിൽ നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ടാന്ന്. എന്നെ അല്ല, നിന്നെ ഉദ്ദേശിച്ച പറഞ്ഞു. എന്റെ ഉദയേട്ടാ, ഞാനിവിടെ ആരോടും മുഖം കറുപ്പിക്കാൻ പോകുന്നില്ല. നോക്കിയേ, ഞാൻ ചിരിച്ചോണ്ടല്ലേ നിക്കുന്നേ. ഇന്നൊരു ദിവസം ചിരിച്ചില്ലെങ്കി പിന്നെ എപ്പ ചിരിക്കാനാ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എല്ലാം റെഡി ആയില്ലേ നവീൻ? ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും സാറിന്റെ പ്ലാനിങ് കൃത്യമായിരിക്കും. ഇനാഗ്രേറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ടാണോ പതുക്കെ ഇറങ്ങി? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്, അല്ലേ മമ്മി? എന്നാ വാ. സിനിവ, മുത്തശ്ശി. മോളെ, സാരി ഉടുത്തപ്പോ ഗാഥമോൾ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട്. ഇനോഗ്രേറ്റ് ചെയ്യുന്ന സെലിബ്രിറ്റി അല്ലേ, അതാകാതെ പറ്റുമോ? ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ മോളെ. അതുകൊണ്ടാ അവളിപ്പോ ചമഞ്ഞിറങ്ങിയിരിക്കുന്നെ. ചത്ത് കിടക്കേണ്ടതല്ലേ? നവീൻ, ഫാക്ടറി ഈ കോമ്പൗണ്ടിൽ തന്നെയാണോ? അതെ മാഡം, ഇതിന്റെ പുറകിലായിട്ടാ ഫാക്ടറി ഉള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോവാം. ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. എന്താ സിത്താരെ, സുഖം തന്നെയല്ലേ? ആ, ഞാനെപ്പോഴും ഓക്കെയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്നെ വേദനിപ്പിക്കാറുള്ളൂ. മമ്മി, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാ ഇത്ര സീരിയസ് ആയിട്ട് മറുപടി പറയേണ്ട കാര്യം എന്താ? അതും പാവം മുത്തശ്ശിയോട്. സാരമില്ല മോളെ, അമ്മയുടെ ശീലം അതല്ലേ.